മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം CBI FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ളത്. ഹൈക്കോടതി തന്നെ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം അഴിമതി നടത്തി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല വിജിലൻസ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതിനെക്കുറിച്ചും ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി വിധിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBIയോട് ഇക്കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമുള്ള ഡോക്ടർ KM എബ്രഹാം ഇപ്പോഴും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവിടെ തുടരുകയാണ്. അത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഉള്ള സ്ഥാനങ്ങളിൽ ഇരുന്നതാണ്. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം. മുഖ്യമന്ത്രി എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം SNC ലാവ്ലിൻ കേസിലെ സാക്ഷിയായതുകൊണ്ടാണോ ഡോക്ടർ KM എബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ഇത്രയും ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് അതിനേക്കാൾ വിവാദം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട ആളുകളുടെ 10,000 സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോൺ സംഭാഷണത്തിൻ്റെ, വേറെ ആളുകൾ ഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ 10,000 സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ്. അദ്ദേഹം നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയാണ്, എൻ്റെ കയ്യിൽ 10,000 കോൾ റെക്കോർഡ് ഡാറ്റ ഉണ്ടെന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജോലി ബാക്കിയുള്ള ആളുകളുടെ ഫോൺ ചോർത്തലായിരുന്നു. അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. പണ്ട് രാമകൃഷ്ണ ഹെഗ്ഡെ രാജിവെച്ചത് ഫോൺ ചോർത്തലിലെ വിവാദത്തെ തുടർന്നാണ്. CPM അടക്കമുള്ള ആളുകൾ, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഫോൺ ചോർത്തലിനെതിരായി നിയമനിർമ്മാണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 10,000 സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപമാനകരം കേരളത്തിലുണ്ട്. ഇതാണ് 4ാം വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർക്കും കൊടുക്കാൻ പണമില്ല. സ്കൂളുകളിൽ പാചകം നടത്തുന്ന പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് പോലും കൊടുക്കാൻ പണമില്ല. പല സ്ഥലത്തു നിന്നും കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. എന്നിട്ടാണ് 100 കോടി രൂപ കൂടുതൽ മുടക്കി. അവസാനം വരും ഇതിനേക്കാൾ കൂടുതൽ ചിലവ് വരും. കോടിക്കണക്കിന് രൂപ മുടക്കി ഇവരിപ്പോൾ ഈ ആർഭാടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4ാം വാർഷികം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, സംസ്ഥാനം കടക്കണിയിലാണ് എന്ന് പറയുന്നത് വികസന വിരോധികളാണ്. സംസ്ഥാനം കടക്കണിയിലാണ്. 2016 1.67 ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം 10 കൊല്ലം കഴിയുമ്പോൾ 2026 ആകുമ്പോൾ 6 ലക്ഷം കോടിയായി വർദ്ധിക്കാൻ പോവുകയാണ് അല്ലേ? ആശുപത്രിയിൽ മരുന്നില്ല. എന്തുകൊണ്ടാണ്? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പൈസ കൊടുക്കാനുണ്ട്. നമ്മുടെ സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാനുണ്ട്. നെല്ല് നടക്കുന്നില്ല. നെല്ല് സംഭരിച്ചതിൻ്റെ പണം കൊടുക്കാനുണ്ട്. ബാങ്കുകൾ PRS ഷീറ്റുകൾ നെല്ല് സംഭരണത്തിൽ സ്വീകരിക്കുന്നില്ല. ബാങ്കുകൾക്ക് പണം കൊടുക്കാനുണ്ട്. കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാനുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് 1 കൊല്ലമായിട്ട് അവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല. 5 നയാ പൈസ സർക്കാരിൻ്റെ കയ്യിലില്ല. എന്നിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിൽ ഈ ആർഭാടം നടത്തുന്നത്. ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ഈ ആർഭാടം അവസാനിപ്പിക്കണം. കേരളത്തിലെ പാവങ്ങൾക്ക് ആശാവർക്കർമാർ സമരത്തിലാണ്. അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു. രൂക്ഷമായ തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ നടക്കുന്നത്. PSC അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല പ്രോപ്പറായി. വേക്കൻസി ഉണ്ടായിട്ടും അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല. ഈ സമയത്ത് ഈ ആഘോഷം നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.